അപ്പോൾ നമ്മൾ ഡ്രാഗൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം MJ. അപ്പോൾ ഇന്ന് ഞാൻ മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വീഡിയോയുടെ ആദ്യത്തിൽ കണ്ടതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യവും നിറവുമാണ് മധുരക്കള്ളി എന്നറിയപ്പെടുന്ന ഡ്രാഗൺ ഫ്രൂട്ടിനെ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ കുറച്ചു കാലമായിട്ടും ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ നാട്ടിലും പ്രചാരമേറി വരുന്ന ഒന്നാണ്. ഇത് ഇളം പിങ്ക് നിറത്തോടു കൂടിയ തൊലിയുടെ അകത്ത് വെള്ളക്കാമ്പും ചെറിയ കറുപ്പ് തരികളുമാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഗുണങ്ങളെക്കുറിച്ച് പറയാം. കൊളസ്ട്രോളിൻ്റെ അളവ് ഡ്രാഗൺ ഫ്രൂട്ടിൽ വളരെ കുറവായതിനാൽ ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞാരുകളാൽ സമ്പന്നമായതിനാൽ ഇത് രക്തസമ്മർദ്ദത്തെ കുറക്കുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ കലവറയാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നു. പലതരത്തിലുള്ള ജ്യൂസുകൾ, ക്യാൻഡികൾ, ജാമുകൾ തുടങ്ങി പലതരത്തിലുള്ള വിഭവങ്ങളുടെ നിർമ്മാണത്തിന് ഡ്രാഗൺ ഫ്രൂട്ട് ഉപയോഗിക്കുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്നത് സൗന്ദര്യം സംരക്ഷിക്കുന്നവർക്കുള്ള ഒരു ഹാപ്പി ന്യൂസാണ്. എന്താണെന്ന് വെച്ചാൽ, അലിയിച്ച് നമ്മുടെ മുഖത്ത് തേച്ചാൽ നമ്മുടെ മുഖക്കുരു അതുപോലെ തന്നെ മുഖത്തുണ്ടാവുന്ന പാടുകൾക്ക് ഫലപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് അലിയിച്ച് മുഖത്ത് ഫേസ് ക്രീമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നിത്യം കഴിക്കുന്നവരുടെ യൗവനം അത് വാർദ്ധക്യം വന്നാൽ ആ വാർദ്ധക്യത്തിൻ്റെ ഒരു അടയാളവും കാണിക്കാതെ ഒരു യൗവനത്തിൻ്റെ ഒരു തുടിപ്പിൽ നിൽക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ അലിയിച്ച് തലമുടിയിലും തലയൊട്ടിയിലും ഒക്കെ തേച്ച് പിടിപ്പിക്കുന്നതിലൂടെ മുടിയുടെ ആരോഗ്യം വർദ്ധിക്കുന്നു, മുടിയുടെ മൃദുലത വർദ്ധിക്കുന്നു. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ഡ്രാഗൺ ജ്യൂസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ MJ ക്രിയേഷൻ സ്റ്റുഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസാണ് അടിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നടുക്ക് കട്ട് ചെയ്യാണ്. കറക്റ്റ് നടുക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് കട്ട് ചെയ്യാൻ സാധിക്കും. വളരെ നൈസായിട്ടുള്ള സാധനമാണിത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇതാണ് കട്ട് ചെയ്ത രൂപം, നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. വെളുത്ത കാമ്പും അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ തരികളായിട്ട് ഇതാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം ഇനി ഇത് സ്പൂൺ കൊണ്ട് നമ്മൾ ചുരണ്ടി എടുക്കുകയാണ്. ശ്രദ്ധിച്ച് ചുരണ്ടി എടുക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചുരണ്ടി എടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ രണ്ടും പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. വെറും തൊലി മാത്രമായിട്ട് അവശേഷിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പീസാക്കി എടുത്ത ഈ ഡ്രാഗന് ചെറിയ പീസുകളാക്കി എടുക്കണം. ഞാൻ ചെറുതായിട്ട് പീസ് ആക്കുകയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് പൂർണ്ണമായിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് വേണ്ടി ആവശ്യമുള്ളത് ഷുഗർ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പെട്ടെന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഡ്രാഗൺ ഉണ്ട്. ഇതുപോലെ തന്നെ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഐസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഐറ്റംസുകളാണ് ഇതിന് വേണ്ടത്. അപ്പോൾ നമ്മൾ ജ്യൂസ് അടിക്കാൻ പോവുകയാണ്. നമ്മൾ നാച്ചുറലായിട്ടാണ് അടിക്കുന്നത്, പ്ലെയിനായിട്ട് നാച്ചുറലായിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഷുഗർ ഇടുകയാണ്. ഒരു 3 ടീസ്പൂണ്, നമ്മൾ നോർമൽ സ്പൂണ് ഒരു 3 സ്പൂണ് ഷുഗർ ഇടും. ഒരു 3 സ്പൂണ് ഷുഗർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഐസ് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഐസ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഐസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ പൂർണ്ണമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒരു ഡ്രാഗൺ ഫുള്ളായിട്ടാണ് അടിക്കുന്നത്. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട്, പഞ്ചസാര, ഐസ്, ഈ 3 ഐറ്റംസാണ് ഇതിലുള്ളത്. നമുക്ക് അടിക്കാം കേട്ടോ.
അപ്പോൾ ഇനി നമുക്ക് ജ്യൂസ് അടിക്കാം. ഇങ്ങനെ അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ നുറുക്കി അടിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ബ്ലാക്ക് അതൊരു തരിതരിയായിട്ട് അങ്ങനെ നിന്നോട്ടെ. കാരണം അതാകുമ്പോൾ ആ തരി വേറെയും മറ്റ് കാമ്പ് വേറെ അങ്ങനെ ആയിട്ട് തന്നെ നിന്നോട്ടെ. കാരണം ഇത് കാണാൻ ഗ്ലാസ്സിൽ വെച്ച് കാണുമ്പോൾ ഒരു രസവും ഉണ്ടാവും. അതിൻ്റെ പുറത്ത് ആ തരി വേറെ കടിക്കുന്ന ഒരു രസം വേറെ ഉണ്ടാവും. നമ്മൾ ഡ്രാഗൺ പൂർണ്ണമായിട്ട് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ മലയ ജ്യൂസർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടുകൂടെ ഞാൻ എന്നും അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണുന്നത് വരെ ഇറ്റ്സ് മീ MJ. ഗുഡ് ബൈ.